ഗുഡ് ഈവനിങ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. ഈ ആഴ്ചയിലെ മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് നമുക്ക് കിടക്കാം. കഴിഞ്ഞ ആഴ്ചയിലെ വോളറ്റിലായിട്ടുള്ളൊരു സെക്ഷൻ കഴിഞ്ഞു. ഈ ആഴ്ചയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ഒരു ന്യൂസ് ഉള്ളത് ഇന്ത്യയുടെ GDP ഡേറ്റ 5.4 കുറഞ്ഞു എന്നുള്ളതാണ്. 2023 ഫിനാൻഷ്യൽ ഇയറിന് ശേഷം വന്ന ഏറ്റവും വലിയ നെഗറ്റീവായിട്ടുള്ളൊരു GDP ഡേറ്റയാണ് വന്നത്. എങ്കിലും ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് പറഞ്ഞിരിക്കുന്നത് GDP ഡേറ്റ നിരാശാജനകമാണെങ്കിൽ കൂടിയും അത് ഭയപ്പെടാൻ ഒന്നുമില്ല, അലാമിംഗ് ആയിട്ടുള്ള സ്റ്റേജിലേക്കൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ്. തുടർച്ചയായിട്ട് 2 തവണയൊക്കെ GDP നെഗറ്റീവ് ആകുമ്പോഴാണ് അതൊരു അലാമിംഗ് ആയിട്ടുള്ള സ്റ്റേജിലേക്കൊക്കെ പോകുന്നത്. ഇനി 2024 നവംബറിലെ ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആഴ്ചയിൽ ഓട്ടോമൊബൈൽ സെക്ടറുകളെല്ലാം തന്നെ ഫോക്കസിൽ വരും. ഇന്ത്യയുടെ പലിശ വർധനവ് അല്ലെങ്കിൽ പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തുന്ന തീരുമാനം, RBIയുടെ മോണിറ്ററി പോളിസി ഡിസംബർ 6 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്കാണ് വരുന്നത്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഈവൻ്റാണ് ഇത്. ഇനി കഴിഞ്ഞ ആഴ്ചയിലെ ഗൗതം അദാനിയുടെ പേരിലുണ്ടായിരുന്ന ആ ഒരു അലിഗേഷന് ശേഷം സ്റ്റോക്കുകൾ ഇടിഞ്ഞു. ആ സ്റ്റോക്കുകളിൽ ഭൂരിഭാഗം സ്റ്റോക്കുകളും തിരിച്ച് കയറിയിട്ടുണ്ട്. ചൈനയുടെ ഫാക്ടറി ആക്ടിവിറ്റി റിപ്പോർട്ടുകൾ പുറത്തു വന്നു, വളരെ പോസിറ്റീവായിരുന്നു. അപ്പോൾ എക്കണോമി റിക്കവറി ചൈനീസ് മാർക്കറ്റിൽ കാണുന്നുണ്ട്. ഇനി നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു ഗംഭീര ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. അതിനുശേഷം ആ തിങ്കളാഴ്ചയിലെ ആ ഒരു ഹൈ പലതവണ റെസിസ്റ്റൻസ് 24,350 എന്നൊക്കെ പറയുന്ന ഒരു റെസിസ്റ്റൻസ് പലതവണ ബ്രേക്ക് ചെയ്യാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. കാരണം 24,500 മേജർ റെസിസ്റ്റൻസ് സോണായിരുന്നു. ഈ ഒരു ആഴ്ചയിലെ വീക്കിലി ഹൈയിൽ നിന്ന് 490 പോയിൻറ്റിൻ്റെ ഒരു ഇടിവ് നിഫ്റ്റിയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടായിരുന്നു വ്യാഴാഴ്ച ദിവസം. എങ്കിലും വെള്ളിയാഴ്ച ദിവസം തിരിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് കാണാം, വീക്കിലി മൺഡേ മുതൽ ഫ്രൈഡേ വരെയുള്ള ഹോൾ ക്യാൻഡിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. FISൻ്റെ ആക്ടിവിറ്റീസ് പറയുമ്പോൾ FIS കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ അവർ കഴിഞ്ഞ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ച ദിവസവും ബൈയിങ് ആയിരുന്നു. തിങ്കളാഴ്ച 9,947 കോടി രൂപ, ചൊവ്വാഴ്ച 1,157 കോടി രൂപ, അടുത്ത ദിവസം 7 കോടി രൂപയുടെ ബൈ നടത്തി. എന്നാൽ വ്യാഴാഴ്ച ദിവസം 11,000 കോടി രൂപയുടെയും വെള്ളിയാഴ്ച ദിവസം 4,583 കോടി രൂപയുടെയും സെല്ല് നടത്തി. DIs ആണെങ്കിൽ FIS വിറ്റ 2 ദിവസം മാത്രം, FIS വാങ്ങിയ 2 ദിവസം മാത്രം, അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ FIS സെല്ല് ചെയ്തു. ബാക്കി ദിവസങ്ങളിൽ മാർക്കറ്റിനെ അവർ സപ്പോർട്ട് ചെയ്തു. കാരണം DIsന് മനസ്സിലായി FIS ഒരു 2 ദിവസം മാത്രമുള്ള ഒരു ചെറിയൊരു ബൈയിങ് ആണ്. അപ്പോൾ അവർ കൃത്യമായിട്ട് അതിനെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്റ്റെബിലിറ്റി മാർക്കറ്റിൽ ഉണ്ടായി എന്നും പറയാൻ. ഇനി അടുത്ത ആഴ്ചയിലെ പ്രധാന ഈവൻറ്റിൽ US മാനുഫാക്ചറിങ് PMI ഡിസംബർ 2 ഇന്ത്യയുടെ മാനുഫാക്ചറിങ് PMI ഡേറ്റ വരുന്നുണ്ട്. ഡിസംബർ 3 US നിന്ന് ജോബ് ഓപ്പണിംഗ് ഡേറ്റ. ഡിസംബർ 4 US മാർക്കറ്റിനെ സംബന്ധിച്ച് മേജർ ഒരുപാട് ഡേറ്റേഴ്സ് ഉണ്ട്. നോൺ ഫാം പേറോൾ, സർവീസ് PMI, കൂടാതെ തന്നെ ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ്, ഇന്ത്യയുടെ സർവീസ് PMI വരുന്നുണ്ട്. ഡിസംബർ 5 US ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം. ഡിസംബർ 6 US ആവറേജ് ഹവർലി ഏണിങ്, കൂടാതെ തന്നെ ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴെ ഡോയും നാസ്ഡാക്കും യൂറോപ്യൻ മാർക്കറ്റ് 3 പോസിറ്റീവായിരുന്നു. അതായത് നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റിൽ താങ്ക്സ് ഗിവിംഗ് ഹോളിഡേ ഉണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് എല്ലാം തന്നെ യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവായിരുന്നു. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ എന്നാൽ ഇൻഫോസിസിലും വിപ്രോയിലും എല്ലാം തന്നെ സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കണ്ടിട്ടുള്ളത്. GDRൽ റിലയൻസ് 1% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഡിവിഡൻഡ് ഡീറ്റെയിൽസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഡയമണ്ട് പവർ ഇൻഫ്ര റെക്കോർഡ് ഡേറ്റ് ഡിസംബർ 3, എമൗണ്ട് 1 രൂപ. ഇൻഡോ US ബയോടെക്, കാൻഫിൻ ഹോംസ്, താരാച്ചൻ ഇൻഫ്രോ, കൂടാതെ തന്നെ ഫോണിക്സ് ടൗൺഷിപ്പ്, ഗ്ലോബൽ എഡ്യൂക്കേഷൻ തുടങ്ങിയ എല്ലാ കമ്പനികളുടെയും ഡിവിഡൻഡ് ഡീറ്റെയിൽസും IPO ഡീറ്റെയിൽസും അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസും നമ്മുടെ ട്രേഡ് ബഡ്ഡി എന്ന് പറഞ്ഞ ടാബിൽ ലഭ്യമാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ ലിങ്ക് ഉണ്ട്. കൂടാതെ നമ്മുടെ ടെലഗ്രാം ചാനലിലെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ്, ഇൻട്രാഡേ, സ്വിംഗ് ട്രേഡ്, മ്യൂച്വൽ ഫണ്ട്, ഇതാണ് ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് അണ്ടറിൽ വരുന്നത്. കൂടാതെ തന്നെ ഓപ്ഷൻ ബൈയിങ്, ഓപ്ഷൻ സെല്ലിങ്, ഫ്യൂച്ചർ, ഇത് രണ്ടും വ്യത്യസ്ത കോഴ്സുകളായിട്ട് നമ്മൾ വളരെ കുറഞ്ഞ ഫീസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൊച്ചിയിൽ ഓഫ്ലൈനിൽ ആയിട്ടും ജോയിൻ ചെയ്യാതെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയായിരുന്നു നമ്മുടെ കൊച്ചിയിലെ ഓഫ്ലൈൻ ക്ലാസ് നടന്നിരുന്നത്. അതിൻ്റെ ഫോട്ടോസ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട്. നമുക്ക് കുറച്ച് സ്റ്റോക്കിനുള്ള വാർത്തകളിലേക്ക് പോകാം. കൊച്ചിൻ ഷിപ്പ്യാർഡ്
1000 കോടി രൂപയുടെ ഓർഡർ കിട്ടി. M&M ഒരു പുതിയ ഒരു സബ്സിഡിയറി കമ്പനി ഇവർ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. റിന്യൂവബിൾ ബിസിനസ്സിലേക്ക് ഇവർ കടന്നു വരികയാണ്. HJ ഇൻഫ്ര കമ്പനി ഊർജ വികാസ് നിഗമത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഓർഡർ കിട്ടി. ഇമാമി റിയാലിറ്റി കമ്പനി ഇവർ ലക്ഷറി റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകൾ ഇവർ ലോഞ്ച് ചെയ്തു. BSE കമ്പനിയിൽ വലിയ തോതിലുള്ള മാറ്റം NSEയിലും സ്റ്റിൽ സെൻസെക്സിൻ്റെയും ബാങ്ക് എക്സിൻ്റെ എല്ലാം തന്നെ എക്സ്പയറി മാറ്റിയിട്ടുണ്ട്. ഇതിൽ ബാങ്ക് എക്സ് മന്ത്ലി മാത്രമേ ഉള്ളൂ, സെൻസെക്സ് വീക്ക്ലി ഉണ്ട്. സെൻസെക്സ് അപ്പോൾ ചൊവ്വാഴ്ച ആയിരിക്കും, ഇനിയിപ്പോൾ നിഫ്റ്റി വ്യാഴാഴ്ച തന്നെ. അപ്പോൾ അങ്ങനെ ചേഞ്ചസ് എല്ലാം തന്നെ വരുത്തി. KEC ഇൻ്റർനാഷണൽ 1040 കോടി രൂപയുടെ ഓർഡർ കിട്ടി. HUL കമ്പനി ഇവിടെ റവന്യൂസ് എല്ലാം തന്നെ ഗ്രോത്ത് എല്ലാം തന്നെ 2 മടങ്ങ് ഉയർത്താനായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇവരുടെ ക്വാളിറ്റി എന്ന് പറയുന്ന ഐസ്ക്രീം ബിസിനസ് സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റി ആയിട്ടൊക്കെ ലോഞ്ച് ചെയ്യും. സിപ്ലയുടെ പ്രൊമോട്ടേഴ്സ് 1.27% സ്റ്റേക്ക് 2000 കോടി രൂപ പുറത്തു വരുന്ന സ്റ്റേക്ക് വിൽക്കാനായിട്ടുള്ള പദ്ധതിയുണ്ട്. DLFും കൊൽക്കത്തയിലുള്ള IT പാർക്ക് ഇവർ 636 കോടി രൂപയ്ക്ക് വിറ്റു. ഏഷ്യൻ പെയിൻറ്റ് പല പ്രമുഖ ബ്രോക്കേഴ്സും ഏഷ്യൻ പെയിൻറ്റിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ആസ്ട്രൽ പല ബ്രോക്കേഴ്സും ആസ്ട്രലിനെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അംബുജ സിമെൻറ്റിനെ പല ബ്രോക്കേഴ്സും ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. RBL ബാങ്കും ബജാജ് അലയൻസും തമ്മിൽ കൊളാബറേറ്റ് ചെയ്ത് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്തിരുന്നു. അത് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു എന്നുള്ള ന്യൂസ് കഴിഞ്ഞ ദിവസം RBL ബാങ്ക് 1.5% ഇടിവ് കണ്ടു. അൾട്രാടെക് സിമെൻറ്റ് ഇവരുടെ സിമെൻറ്റ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി 3.3 മില്യൺ ടൺ പെർ ആനത്തിൽ നിന്ന് 2.7 നിന്ന് 3.3 ഉയർത്തി. എസ്കോട്ടിൻ്റെ എല്ലാം തന്നെ ട്രാക്ടർ ബിസിനസ് 9% ഒരു ഡിക്ലൈൻ കുറവ് കണ്ടു. ടാറ്റ മോട്ടേഴ്സ് ഇവരുടെ റീസൈക്കിൾ പ്ലാന്റ് അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പൂനെയിൽ 21,000 വെഹിക്കിൾസ് പ്രതിവർഷം റീസൈക്കിൾ ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് ടാറ്റ മോട്ടോഴ്സ് പറയുന്നത്. ഓട്ടോ സെയിൽസിൽ വിശദമായിട്ട് മറ്റുള്ള കമ്പനീസിൻ്റെ എല്ലാം തന്നെ ഓട്ടോ സെയിൽസ് റിപ്പോർട്ടായിട്ട് നമുക്ക് നാളെ രാവിലെ പ്രീ മാർക്കറ്റിൽ എത്താൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും ദിനം നേരുന്നു, ശുഭരാത്രി നേരുന്നു. താങ്ക് യു.